ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു സുർബിയാൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്നും ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ബിരിയാണി തയ്യാറാക്കാനായിട്ട് 5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ചൂടാവട്ടെ. ഇതിലേക്ക് 5 സവോള ചെറുതാക്കി അരിഞ്ഞത് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റാം. നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ചിക്കനിലേക്ക് മസാല തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയുടെ 1/4 ഭാഗം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. വേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂട്ടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുക. തൈരും ഇട്ട് കൊടുക്കുക. അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ സ്റ്റോക്ക്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂട്ടി മിക്സർ ജാറിലൊന്ന് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തിട്ടുള്ള മസാല നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൽ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ 4 കപ്പ് ബസ്മതി റൈസിനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ബേ ലീഫും ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം കൂട്ടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യും. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരി ഒരു 3/4 ഭാഗം വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. നേരത്തെ മസാല പരട്ടി വെച്ചിട്ടില്ല ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ വെച്ചിട്ട് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല ആ ഓയിലിലേക്ക് തന്നെയാണ് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇതിലത്തെ ഒന്നുകൂടി ഗ്രേവിയൊക്കെ ഒന്നുകൂടി വറ്റി വരാണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനെ ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ദം ചെയ്തെടുക്കാം. ചെയ്യാനായിട്ട് ഞാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ചോറിട്ട് കൊടുക്കുക.
ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകൾക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. മസാല ആക്കിയ ചിക്കൻ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ലെയർ ലെയറായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ വീണ്ടും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ സവോള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊരു ഫോയിൽ കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഫോയിൽ കൊണ്ട് നന്നായി ടൈറ്റ് ആക്കിയിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലൊരു അടപ്പ് വെച്ച് കൊടുക്കുക. ഈ ചോറൊന്നൊരു 15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ചോറ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ദം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സുർബിയാൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാധാ ബിരിയാണിയായിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.